എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ NG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി എന്നിങ്ങനെ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾ നൽകിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളിൽ നിന്നും നിങ്ങൾക്ക് പല വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളുണ്ടാവും, അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ജൂൺ 30-ാം തീയതിക്കകം അഡ്മിഷൻ നേടേണ്ടതാണ്. എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ജൂലൈ 3-ാം തീയതി വരെ അഡ്മിഷൻ നേടാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കുമുള്ള ക്ലാസ്സുകൾ ജൂലൈ 1-ാം തീയതി മുതൽ ആണ് ആരംഭിക്കുന്നത്. നിലവിൽ MG യൂണിവേഴ്സിറ്റി അത് വെബ്സൈറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ കേരള യൂണിവേഴ്സിറ്റി എന്നിവ അവയുടെ ഷെഡ്യൂളിലും കൃത്യമായിട്ട് ജൂലൈ 1 മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 1-ാം തീയതി മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. പ്രാദേശിക അവധികൾ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്ന ഡേറ്റിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ. പ്രാദേശിക അവധികൾ എന്ന് പറയുമ്പോൾ മഴ കാരണം എന്തെങ്കിലും കളക്ടറോ മറ്റോ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു അവധി ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തുള്ള കോളേജുകൾക്ക് ക്ലാസ്സുകൾ ജൂലൈ 1-ാം തീയതി ആരംഭിക്കില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തെങ്കിലും മഴ കാരണമുള്ള അവധി കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ജൂലൈ 1-ാം തീയതി മുതൽ 1-ാം തീയതി ക്ലാസ് ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ മാത്രമാണ് ക്ലാസ്സുകൾ ജൂലൈ 1-ാം തീയതി മുതൽ ആരംഭിക്കാതെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ അവധിയോ മറ്റോ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ജൂലൈ 1-ാം തീയതി മുതൽ തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോളേജുകളിൽ പോയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള കോളേജ് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതായത് കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജുകളിൽ നിങ്ങൾക്ക് പോവാതെ അടുത്ത അലോട്ട്മെൻറ്റുകളിൽ, അതായത് കോളേജിലെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാതെ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റുകൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് അടുത്ത അലോട്ട്മെൻറ്റിൽ മാറ്റം എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യം നോക്കാനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, താല്പര്യമുള്ളവർക്ക് ക്ലാസ്സുകളിൽ പോകാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്കോ കോഴ്സിലേക്കോ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് മാറുന്നതിനും സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് കോളേജിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോളേജുകളിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് ഇനി എടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫീസ് കുറച്ച് അടക്കുന്നതിനായിട്ട് കുറച്ച് ടൈം തരും എന്നാണ് തോന്നുന്നത്. അതായത് പല കോളേജും സാധാരണഗതിയിൽ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റുകളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഫീസ് അടക്കുന്നതിനായിട്ട് കുറച്ച് സമയം അനുവദിക്കാറുണ്ട്. എന്നാൽ ചില കോളേജിൽ ഫീസ് അടക്കുന്നതിനായിട്ട് സമയം അനുവദിക്കാറില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കോളേജിൽ അടച്ചിട്ടുള്ള പൈസയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് കിട്ടുന്നതാണ്. അതായത് നിങ്ങൾ അടച്ച മുഴുവൻ പൈസയും നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടുന്നതാണ്. അതായത് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന, അതായത് യൂണിവേഴ്സിറ്റി ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എപ്പോൾ കോളേജിൽ നിന്ന് TC വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ അടച്ച പൈസയൊക്കെ റീഫണ്ടായിട്ട് നിങ്ങൾക്ക് തരുന്നത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജൂലൈ 1-ാം തീയതി മുതലാണ് വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുക. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, അതുപോലെ കേരള യൂണിവേഴ്സിറ്റി എന്നിങ്ങനെ വിവിധ യൂണിവേഴ്സിറ്റികൾ ജൂലൈ 1-ാം തീയതി മുതലാണ് വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ 4 ഇയർ UG പ്രോഗ്രാം, അതായത് അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാം ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്, അതായത് ഡിഗ്രി ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.